വന്യജീവികൾക്കും മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ വെള്ളരിക്കുണ്ടിലും ജനുവരി 26 മുതൽ ഈരാറ്റുപേട്ടയിലും നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 12 ദിവസമായി നിരാഹാരം നടത്തിവന്ന സണ്ണി പൈകടയ്ക്ക് മുതിർന്ന കർഷകനായ ഔസേപ്പച്ചൻ മടുക്കാങ്കൽ കരിക്ക് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. സത്യാഗ്രഹം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് നേരെ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് ചെയ്തതെന്നും സമരസമിതി ആരോപിച്ചു. മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ വെള്ളരിക്കുണ്ടിലും ജനുവരി 26 മുതൽ ഈരാറ്റുപേട്ടയിൽ നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു. സത്യാഗ്രഹം ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് നേരെ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ജനങ്ങളുടെ ഗണ്യമായ ഒരു പങ്കിനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തി അനിശ്ചിതകാല സമരം നടത്തുന്നവരുമായി ചർച്ച നടത്താനുള്ള ജനാധിപത്യ മര്യാദ പോലും സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ വന്ന സന്ദർഭത്തിൽ സമരത്തോട് ഉത്തരവാദിത്വപൂർവ്വം സംവദിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സംഘാടക സമിതി ചെയർമാൻ ഉണ്ണിക്കുഞ്ഞ് വെള്ളുക്കുന്നേൽ, ഈരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീകല ആർ, DCC അംഗം അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര, ജോർജ് കുട്ടി കടപ്ലാക്കൽ, VM അബ്ദുള്ള ഖാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. i4u ന്യൂസ്, പാല.